നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കൊല്ലം ജില്ലാ പഞ്ചായത്തിന് മന്ത്രി കെ.പി. മോഹനന്റെ പ്രശംസ. മാതൃകാപരമായ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയിൽ സമീപ പഞ്ചായത്തുകളെ അവഗണിക്കുന്നതായി കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ്. പദ്ധതി തെന്മലയിൽ മാത്രം ഒതുങ്ങുന്നതായും ആരോപണം. ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം ഡിസംബർ 22 മുതൽ 27 വരെ. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പത്തനാപുരം താലൂക്കിലെ ഫയർ സ്റ്റേഷന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ജനുവരി ആദ്യം പ്രവർത്തനം ആരംഭിച്ചേക്കും. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി കെ.പി. മോഹനന്റെ പ്രശംസ. മറ്റ് ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയായാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കുരിയോട്ടുമല ബഫലോ ബ്രീഡിംഗ് ഫാമിൽ സമഗ്ര വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യത്തിലും ഒരു ജില്ല സ്വയം പര്യാപ്തതയിലേക്ക് നേടണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. മറ്റ് ജില്ലകൾക്ക് മാതൃകയാക്കിക്കൊണ്ട് പ്രവർത്തനത്തിലൂടെ, വാക്കുകളിലൂടെയല്ല പ്രവർത്തനത്തിലൂടെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഠിനമായ ശ്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഈ ജില്ലാ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ അംഗങ്ങളുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ജനനേതാക്കന്മാരുടെയും കർഷക സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ സഹായം ലഭിക്കുന്നു എന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു മാതൃകയാണ് എന്ന് മാത്രമല്ല, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ഓരോ പദ്ധതികളും പൂർത്തീകരിക്കുമ്പോൾ ആ പദ്ധതികളൊക്കെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമായിട്ട് വരുന്നു എന്നതാണ് അതിലൂടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ വളരെയധികം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെടുന്ന ഓരോ പദ്ധതികളും അതിവിടെ പല രീതിയിലും നമുക്കറിയാം. പല പഞ്ചായത്തുകളിലും മറ്റ് കെട്ടിടങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ തന്നെ എന്തിനു വേണ്ടി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ നിർമ്മിക്കുന്ന ഓരോ സ്ഥാപനവും ഇവിടുത്തെ കാർഷിക മൃഗസംരക്ഷണ മേഖലയിലും ഭക്ഷ്യോൽപാദനത്തിന് സ്വയം പര്യാപ്തത നേടുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കൈവരിക്കുന്നത്. നമ്മൾ അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരുപാട് ഗതികേടുകൾ ഉണ്ടായിരിക്കുന്ന ആളുകളായി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? നമുക്ക് ആഹരിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പ്രദേശത്ത് നാം ഉൽപ്പാദിപ്പിക്കുക. ഒറ്റ മാർഗമേ ഉള്ളൂ. നമുക്ക് ആഹരിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുക. അത് ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് നമ്മുടെ മണ്ണ്. കളങ്കമില്ലാത്ത, യാതൊരുവിധ പോറലും ഏൽക്കാത്ത മണ്ണായിട്ടാണ് കുരിയോട്ടുമലയിലെ മുഴുവൻ പ്രദേശത്തുമുള്ള മണ്ണിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ മണ്ണിൽ എന്ത് വെച്ചുപിടിപ്പിച്ചാലും അത് ഗുണകരമായിട്ട് വരും. ഇവിടെ ബഫലോവിന്റെയും ഗോട്ടിന്റെയും പശുക്കളുടെയും ഏറ്റവും നല്ല ഫാമാക്കിയിട്ട് ഉയർത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള മേഖലയായതുകൊണ്ടാണ് കുരിയോട്ടുമലയിൽ ഇത്തരത്തിലുള്ള ഒരു ബ്രീഡിംഗ് ഫാമിനെ കുറിച്ച് ആലോചിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭാ പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന 7 പേരെ പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുത്തു. വെള്ളിയാഴ്ച നഗരസഭാ കാര്യാലയത്തിലെത്തിയാണ് ഗാന്ധിഭവൻ പ്രവർത്തകർ ഇവരെ ഏറ്റെടുത്തത്. പുനലൂർ നഗരസഭാ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന മാനസികാസ്വാസ്ഥ്യമുള്ള 7 പേരെ പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുത്തു. പുനലൂർ ജലമൈത്രി പോലീസിന്റെയും നഗരസഭാ അധികൃതരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ ഗാന്ധിഭവൻ പ്രവർത്തകർ ഇവരെ ഏറ്റെടുത്തത്. കഴിഞ്ഞ കുറെ നാളുകളായി പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു ഇവർ. ജനമൈത്രി പോലീസും നഗരസഭാ ആരോഗ്യ വിഭാഗം പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇവരെ കണ്ടെത്തിയത്. ഗാന്ധിഭവൻ പ്രോഗ്രാം കോർഡിനേറ്ററും മാധ്യമപ്രവർത്തകനുമായ പ്രദീപ് ഗുരുകുലവും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉദയകുമാറും ചേർന്നാണ് ഇവരെ ഏറ്റെടുത്തത്. ഇവരുടെ സംരക്ഷണവും ചികിത്സയും പൂർണ്ണമായും ഏറ്റെടുത്ത് പൂർണ്ണ ആരോഗ്യവാന്മാരാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രദീപ് ഗുരുകുലം പറഞ്ഞു. പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗങ്ങളിൽ നിന്നായി 7ഓളം പേരെ ഏറ്റെടുത്തു. ഇവരുടെ സംരക്ഷണവും ഭക്ഷണവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇവരുടെ ചികിത്സാ പദ്ധതിയിലൂടെ ഇവരെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും ഇവരിൽ തന്നെ പെട്ട ആളുകളെ അവരുടെ മാനസികാരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം അവരുടെ ബന്ധുക്കളെ കണ്ടെത്തി ഏൽപ്പിക്കുന്നതിനുമാണ് ഗാന്ധിഭവൻ തീരുമാനിച്ചിരിക്കുന്നത്.
ഇവരുടെ സംരക്ഷണം ഏറ്റെടുത്ത ഗാന്ധിഭവൻ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നതായി നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു പറഞ്ഞു. ഇന്ന് പുനലൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ജനമൈത്രി പോലീസും സംയുക്തമായി പട്ടണത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അലഞ്ഞുതിരിയുന്ന അനാഥരായിട്ടുള്ള 7ഓളം ആളുകളെയാണ് ഇപ്പോൾ നഗരസഭാ ഓഫീസിൽ എത്തിച്ചിട്ടുള്ളത്. അവരെ പത്തനാപുരം ഗാന്ധിഭവൻ ഇന്ന് ഈ യോഗത്തിൽ വെച്ച് ഏറ്റുവാങ്ങുകയാണ്. അവർക്കാവശ്യമായ ചികിത്സയും മറ്റും നൽകി പൂർണ്ണ ആരോഗ്യവാന്മാരാക്കുന്ന ഒരു കാര്യത്തിൽ ഗാന്ധിഭവൻ ഒരു ഉത്തരവാദിത്വം എടുക്കുകയാണ്. അങ്ങനെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായ പത്തനാപുരം ഗാന്ധിഭവന്റെ നടത്തിപ്പുകാരെ, അതിന്റെ പ്രവർത്തകരെ പുനലൂർ നഗരസഭയ്ക്ക് വേണ്ടി, പുനലൂരിലെ ജനമൈത്രി പോലീസിനു വേണ്ടി ഈ അവസരത്തിൽ ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ജനമൈത്രി കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ എസ് ശശിധരൻ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ D ദിനേശൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ R രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയിൽ ആര്യങ്കാവ് കുളത്തൂപ്പുഴ പഞ്ചായത്തുകളെ അവഗണിക്കുന്നതായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുഭിലാഷ് കുമാർ. സമീപ പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഇക്കോ ടൂറിസം വിപുലീകരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയിൽ ആര്യങ്കാവ് കുളത്തൂപ്പുഴ പഞ്ചായത്തുകളെ അവഗണിക്കുന്നുവെന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ ആരോപിച്ചു. തെന്മല ഇക്കോ ടൂറിസത്തിന്റെ പൂർണ്ണമായ പ്രദേശങ്ങൾ 3/4% പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ ഈ ഉദ്ഘാടന സംബന്ധമായിട്ടുള്ള ആലോചനാ യോഗങ്ങളോ അല്ലെങ്കിൽ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ ആലോചനാ യോഗങ്ങളോ ഒന്നും തന്നെ അറിയിക്കാറുള്ളതല്ല. ആ ഒരു നടപടി ഇതിൽ ശക്തമായ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളടക്കം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അടക്കമുള്ള ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പദ്ധതികളുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലും പരിപാടികളിലും ഇരു പഞ്ചായത്ത് സമിതികളെയും അകറ്റി നിർത്തിയിരിക്കുകയാണെന്നും പദ്ധതി തെന്മല പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് മാത്രമാണ് മുന്നോട്ടു പോകുന്നതെന്നും സുഭിലാഷ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ടൂറിസം വികസനത്തിന് സാധ്യതയുള്ള ഒട്ടനവധി പ്രദേശങ്ങൾ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരിക്കെ തെന്മല ഇക്കോ ടൂറിസത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തെന്മലയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിപാടികൾ പദ്ധതികൾ അവസാനിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ പുനരാരംഭിച്ച ബോട്ട് സവാരി ഉദ്ഘാടനം ചെയ്യവേ പദ്ധതി 2015 പുതിയ തലത്തിലേക്ക് എത്തിക്കണമെന്ന് ടൂറിസം മന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സുഭിലാഷ് കുമാറിന്റെ പ്രതികരണം. നിലവിൽ ബോട്ടിംഗ് ഉൾപ്പെടെ കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ പരിധിയിലാണ് നടന്നുവരുന്നതെന്നും പ്രകൃതി ഭംഗി ഏറെയുള്ള പഞ്ചായത്തിലേക്ക് ഇക്കോ ടൂറിസം പദ്ധതി വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെന്മല ഇക്കോ ടൂറിസം എന്ന് പറയുന്ന പദ്ധതിയുടെ 3/4% ഭാഗവും ഉൾപ്പെടുന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആലോചനകളുമായി മുന്നോട്ട് പോകണമെന്നും ആ വികസന പരിപാടികൾ ആ പഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കണമെന്നും ഈ അവസരത്തിൽ തെന്മല ഇക്കോ ടൂറിസം ഭാരവാഹികൾ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിനോടും അതിന്റെ ഭാരവാഹികളോടും ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പിലിഗ്രിമോൾ ടൂറിസം നടപ്പിലാക്കാനും അധികൃതർ മുൻകൈയെടുക്കണമെന്നും ആര്യങ്കാവ്, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിശാലമാക്കാൻ നടപടിയുണ്ടാകണമെന്നും സുഭിലാഷ് കുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡലകാല മഹോത്സവം ഡിസംബർ 22 മുതൽ 27 വരെ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഡിസംബർ 22 മുതൽ നടക്കുന്ന മണ്ഡലകാല മഹോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്ന് ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. ക്ഷേത്ര ആചാര അനുഷ്ഠാന കലകളും ക്ഷേത്ര ചടങ്ങുകളും അതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും നടത്തുന്നതാണ്. അതിനോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നടത്തിവരുന്നു. 25-ാം തീയതി പാണ്ഡ്യമുടുക്ക് ഘോഷയാത്രയും 26-ാം തീയതി തൃക്കല്യാണ മഹോത്സവവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. 27-ാം തീയതി കുംഭാഭിഷേകവും കലശാഭിഷേകം, കളഭാഭിഷേകം ഇതോടുകൂടിയിട്ട് ഉത്സവം അവസാനിക്കുന്നതായിരിക്കും.
പതിവ് ക്ഷേത്രാചാരങ്ങൾക്ക് പുറമെ വിശേഷാൽ പൂജകളും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്കായി അന്നദാനവും നടത്തും. 25-ന് പുണ്യപൂജയും 26-ന് തൃക്കല്യാണവും നടക്കും. മണ്ഡലകാലത്ത് അന്യസംസ്ഥാന തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദിനംപ്രതി എത്തിച്ചേരുന്നുണ്ട്. ഉത്സവം 27-ന് സമാപിക്കും. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ബി വിക്രമൻ നായർ, സെക്രട്ടറി എസ് സോമൻ, അംഗങ്ങളായ ശ്രീകുമാർ, ഹരികുമാർ, സുബിൻ, ദീപു, വിഷ്ണു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ രാധാകൃഷ്ണപിള്ള പത്തനാപുരം ഗാന്ധിഭവനിൽ സന്ദർശനം നടത്തി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ 15 വർഷമായി രോഗികൾക്ക് സൌജന്യ ഭക്ഷണം നൽകി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഏറെ അംഗീകാരം നേടിയ വ്യക്തിയാണ് രാധാകൃഷ്ണപിള്ള. അഗതികളുടെ ആശ്രയ കേന്ദ്രമായ പത്തനാപുരം ഗാന്ധിഭവനിലെത്തിയ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ രാധാകൃഷ്ണപിള്ളയെ ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജനും സംഘവും ചേർന്നാണ് സ്വീകരിച്ചത്. ഗാന്ധിഭവനിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം ഗാന്ധിഭവനിൽ പ്രവേശിച്ചത്. വാർദ്ധക്യത്തിന്റെ അവശതകളെല്ലാം അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ 15 വർഷക്കാലമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ 100-ലധികം വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇദ്ദേഹം ഉച്ചഭക്ഷണം എത്തിക്കാറുണ്ട്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 27 വർഷം മുമ്പ് സൂപ്രണ്ടായി വിരമിച്ച ശേഷം ശിഷ്ടജീവിതം രാധാകൃഷ്ണപിള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുകയായിരുന്നു. 81ന്റെ അവശതകളിലും ആരോരുമില്ലാത്തവരും നിർധനരുമായ രോഗികൾക്ക് ഭക്ഷണം നൽകിയ ശേഷം മാത്രമേ ഇദ്ദേഹം ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഹർത്താൽ ദിനത്തിൽ പോലും ഈ നിഷ്ഠ തെറ്റിക്കാറില്ല. പെൻഷൻ തുകയും മറ്റ് സ്വന്തമായുള്ള എല്ലാ വരുമാനവും ഇദ്ദേഹം അന്നദാനത്തിനായി വിനിയോഗിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാതാ വനിതാ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ ഒരു സ്ഥാപനവും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാത്തിനും തുണയായി കൂടെ പ്രവർത്തിച്ച ഭാര്യ 8 വർഷം മുമ്പ് വിട ചൊല്ലിയെങ്കിലും തളരാത്ത മനസ്സുമായി അന്നദാനം എന്ന മഹാധർമ്മം ഇപ്പോഴും ഇദ്ദേഹം നിറവേറ്റുന്നു. നന്മ ചെയ്ത് ജീവിത വിജയം നേടിയതിന്റെ ആത്മസാക്ഷാത്കാരം ഗാന്ധിഭവനിൽ നടന്ന പൊതുചടങ്ങിൽ ആവേശത്തോടെ അദ്ദേഹം പങ്കുവച്ചു. മഹാവ്യക്തിയാണ് ഈ സ്ഥാപനം നടത്തുന്ന ഇതിന്റെ ഭാരവാഹികൾ, നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാർ. അവരുടെ കാലുകൾ ഇത്രയും പേർക്ക് ഈ ഒരു സൊസൈറ്റിയോ എന്തെങ്കിലും ഒരു വാർഷികത്തിന് ഒരു പടക്കം പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു പിള്ളേർക്ക് 10 പേർക്ക് സമ്മാനം കൊടുത്ത് ഒരു കൊല്ലത്തെ പ്രോഗ്രാം ചെയ്യും. പക്ഷേ അതേസമയം ഈ ആശ്രമത്തിൽ ഇവിടെ ഇന്ന് ഉച്ചവരെ രോഗികൾക്ക് ആഹാരം കൊടുക്കുക, അത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് വല്ലത്തുന്നു. ഇന്നത്തെ ദിവസം തീർന്നതിന് പിന്നെ അതിൻ്റെ നടത്തിപ്പവർക്ക് അടുത്ത് നാളെ എന്ത് ചെയ്യണം, നാളെ എന്ത് നടക്കും, ഇതെല്ലാം അവരുടെ ചിന്ത. ഈ ബാക്കി പങ്കെടുക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വാസ്തവത്തിൽ ഒന്നും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്ത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതെല്ലാം 24 hours സർവീസാണ്. അങ്ങനെ ചെയ്യുന്ന ഇതിൻ്റെ ഭാരവാഹികൾക്ക് അവരുടെ കാല് തൊട്ട് ഞാൻ നമസ്കരിക്കുകയാണ്. ശ്ലാഘനീയമായ ആതുര സേവനം നടത്തുന്ന രാധാകൃഷ്ണപിള്ളയെ ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ പൊന്നാടയണിയിച്ചും പുരസ്കാരം നൽകിയും ആദരിച്ചു. ഭക്ഷണത്തിന്റെ പുറമെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും അദ്ദേഹം നൽകാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊല്ലം യുവകലാ സാഹിതിയുടെ നേതൃത്വത്തിൽ തെന്മലയിൽ ജില്ലാ പ്രവർത്തക ക്യാമ്പ് സംഘടിപ്പിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് CPI ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി തെന്മല ഡാം വൈൽഡ് ലൈഫ് ഇൻഫർമേഷൻ സെന്ററിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ക്യാമ്പിന്റെ ഉദ്ഘാടനം CPI കൊല്ലം ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ നിർവഹിച്ചു. ജില്ലയിൽ പ്രവർത്തകർ ധാരാളമുണ്ടെങ്കിലും സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പിന്നോട്ടാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വേണ്ടത്ര കാര്യക്ഷമതയുള്ള പ്രവർത്തകരുടെ കുറവുണ്ടോ എന്ന് സൂചിപ്പിക്കേണ്ട, ഞാൻ അതിനോട് അശേഷം യോജിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ യുവകലാ സാഹിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ, സമസ്ത മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ സാധ്യതയുള്ള കഴിവുള്ള നിരവധിയായ ആളുകൾ ഉള്ള ഒരു ജില്ലയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളെ വ്യക്തിപരമായി അറിയുന്നവരാണ്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടുള്ളവരാണ്. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ പറഞ്ഞ ചൂണ്ടിക്കാണിച്ച കുറവ് ഇല്ല എന്ന് വളരെ വേഗതയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. നിർഭാഗ്യവശാൽ
അതിനുള്ള ഒരു സന്നദ്ധതയോ അല്ലെങ്കിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു കർമ്മപരിപാടിയോ നമ്മുടെ മുമ്പിലില്ല എന്നതാണ് നിങ്ങൾ ഈ ക്യാമ്പിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായി പരിശോധിക്കുന്നത്. ചടങ്ങിന് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ബാബു പാക്കനാർ അധ്യക്ഷനായി. സാംസ്കാരിക പ്രവർത്തകരായ എസ് അജയൻ, ചവറ KS പിള്ള, അജയ് പ്രസാദ്, സി സുകേശൻ, CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി സി അജയ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തെന്മല വനമേഖല സന്ദർശിക്കാനുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിരുന്നു. സമാപന സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം താലൂക്കിൽ പുതുതായി അനുവദിച്ച ഫയർ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ജനുവരി ആദ്യവാരത്തോടെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനാപുരം താലൂക്കിലേക്ക് പുതുതായി അനുവദിച്ച ഫയർ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കുന്നിക്കോട് പത്തനാപുരം പാതയിൽ ആവണീശ്വരം നെടുവന്നൂർ ജംഗ്ഷനു സമീപത്താണ് പുതിയ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. പത്തനാപുരത്ത് പുതിയ CI ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സ്ഥലം MLA KB ഗണേഷ് കുമാറിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് പത്തനാപുരം താലൂക്കിനായി പുതിയ ഫയർ സ്റ്റേഷൻ അനുവദിച്ചത്. വനമേഖലയും മലയോര പ്രദേശങ്ങളും നിറഞ്ഞ പത്തനാപുരത്ത് അപകടകരമായ സാഹചര്യങ്ങളെ നേരിടാനും രക്ഷാപ്രവർത്തനം നടത്താനും നിലവിൽ അടൂരിൽ നിന്നോ പുനലൂരിൽ നിന്നോ ആണ് ഫയർഫോഴ്സ് സംഘം എത്തിയിരുന്നത്. പുതിയ ഫയർ സ്റ്റേഷൻ വരുന്നതോടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമാകും. നെടുവന്നൂർ തോടിനു സമീപം 40 സെന്റ് ഭൂമി ഇതിനായി ഏറ്റെടുത്തിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചാണ് ഫയർ സ്റ്റേഷന് കെട്ടിടം നിർമ്മിക്കുന്നത്. 3 യൂണിറ്റ് എഞ്ചിനുകളാണ് ഫയർ സ്റ്റേഷനായി അനുവദിച്ചിട്ടുള്ളത്. ജനുവരി ആദ്യവാരത്തോടെ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ക്രിസ്മസ് പുതുവത്സര ആശംസാ കാർഡുകളുടെ വിൽപ്പനകളിൽ വൻ തകർച്ച. മൊബൈലും ഇന്റർനെറ്റും അരങ്ങുവാഴുമ്പോൾ പുത്തൻ തലമുറ ആശംസാ കാർഡുകളെ പാടെ മറന്ന മട്ടാണ്. ഒരു കാലത്ത് ക്രിസ്മസ് പുതുവത്സര ആശംസാവാഹകരായിരുന്ന ആശംസാ കാർഡുകൾ ഇപ്പോൾ പേരിനു മാത്രം. മൊബൈൽ SMS-കളും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കും വാട്സപ്പും അരങ്ങുവാഴുമ്പോൾ ആശംസാ കാർഡുകൾക്ക് ഉണ്ടായിരുന്ന പഴയ പ്രൌഢി ഇപ്പോഴില്ല. പുനലൂർ പട്ടണത്തിലെ ക്രിസ്മസ് കാർഡ് വിൽപ്പനാശാലകളിൽ വിൽപ്പന വളരെ താഴ്ന്നതായി വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാർഡ്സിനൊക്കെ പഴയത് നമുക്ക് വലിയ സെയിലൊന്നുമില്ല. 2 രൂപ മുതൽ 300 രൂപ അടുപ്പിച്ച് വരെയുള്ള ക്രിസ്മസ് കാർഡും അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ കാർഡ്സും എല്ലാം ഉണ്ട്. ഇപ്പം സോഷ്യൽ നെറ്റ്വർക്ക്സ് വന്നതോടെ പൊതുവേ ഈ കാർഡിൻ്റെ എല്ലാം ഇത് കുറഞ്ഞിരിക്കുകയാണ്. ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം വന്നതോടെ കാർഡ്സെല്ലാം ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും വലിയ കച്ചവടം കാര്യങ്ങളൊന്നും. വ്യത്യസ്ത രൂപങ്ങളിൽ 5 രൂപ മുതൽ 250 രൂപ വരെയുള്ള ആശംസാ കാർഡുകൾ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ടെങ്കിലും വിൽപ്പന പേരിനു മാത്രമായി ചുരുങ്ങി. മുൻപ് സാധാരണ ആശംസാ കാർഡുകൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ മ്യൂസിക്കും ലൈറ്റും ഒക്കെയുള്ള കാർഡുകളും വിപണിയിലെത്തിയിട്ടുണ്ട്. എന്നാൽ യുവതലമുറ ഇപ്പോൾ ഇവയെയൊന്നും ആശ്രയിക്കുന്നില്ല. അതുതന്നെയാണ് ആശംസാ കാർഡുകളുടെ വിൽപ്പന കുത്തനെ താഴാൻ കാരണം. SMS-കളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും ആശംസകൾ കൈമാറുന്ന പുത്തൻ തലമുറ ഈ ആശംസാ കാർഡുകളെ പാടെ മറന്ന മട്ടാണ്. ഇനി ഇതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് അസാധ്യമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് പ്രണയിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ക്രിസ്മസ് പുതുവത്സര ആശംസകൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ആശംസാ കാർഡുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചുരുക്കം ചില സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലം ജില്ലാ പഞ്ചായത്തിന് മന്ത്രി KP മോഹനന്റെ പ്രശംസ. മാതൃകാപരമായ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയിൽ സമീപ പഞ്ചായത്തുകളെ അവഗണിക്കുന്നതായി കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ്. പദ്ധതി തെന്മലയിൽ മാത്രം ഒതുങ്ങുന്നതായും ആരോപണം. ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം ഡിസംബർ 22 മുതൽ 27 വരെ. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പത്തനാപുരം താലൂക്കിലെ ഫയർ സ്റ്റേഷന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ജനുവരി ആദ്യം പ്രവർത്തനം ആരംഭിച്ചേക്കും. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.